എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് വികാരങ്ങളിലൂടെ കടന്നു പോകുന്നവനാണ് മനുഷ്യൻ, അല്ലേ? സ്നേഹം, സന്തോഷം, സങ്കടങ്ങൾ, ഇതൊക്കെ വികാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ദേഷ്യം എന്ന വികാരത്തെക്കുറിച്ചാണ്. ദേഷ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു രണ്ട് ആഗ്രഹങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവരാരും നമ്മളോട് ദേഷ്യപ്പെടരുത് എന്ന ആഗ്രഹം. മറ്റൊന്ന്, നമുക്ക് ദേഷ്യപ്പെടാനുള്ള ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന ഒരാഗ്രഹം, അല്ലേ? ഈ രണ്ടാഗ്രഹങ്ങളും പക്ഷേ ജീവിതത്തിൽ നടക്കാറില്ല എന്ന ഒരു വലിയ വസ്തുതയും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ദേഷ്യം എന്ന വികാരം വളരെ മോശമായിട്ടുള്ള വികാരമാണ് എന്ന നമ്മുടെ കാഴ്ചപ്പാടാവാം ദേഷ്യമില്ലാത്ത ഒരു വ്യക്തി ആവണം എന്ന ഒരാഗ്രഹത്തിന്റെ പിൻബലത്തിന് കാരണം. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ദേഷ്യം എന്ന വികാരം എല്ലാ വികാരങ്ങളെയും പോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് പലപ്പോഴും തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ദേഷ്യപ്പെടാൻ പാടില്ല എന്ന്, ദേഷ്യപ്പെടുന്നത് മോശമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ദേഷ്യപ്പെടാൻ പാടില്ല എന്നല്ല, അമിതമായിട്ട് ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. ഇത് പക്ഷേ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹമായാലും സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഒക്കെ അമിതമായിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ പ്രശ്നമാണ്. സ്നേഹം അമിതമായി കാണിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഒരാളോട്, ഇപ്പം മക്കളോടാവട്ടെ, ജീവിത പങ്കാളിയോടാവട്ടെ, മറ്റ് പ്രിയപ്പെട്ടവരോടാവട്ടെ, അമിതമായിട്ട് സ്നേഹം നമ്മൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് അത് വിലങ്ങുതടിയാവും. അതുകൊണ്ട് അമിതമായിട്ടുള്ള സ്നേഹമൊന്നും നമ്മൾ കാണിക്കേണ്ടതില്ല. അമിതമായിട്ട് സങ്കടം കാണിച്ചാലോ അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കും, അല്ലേ? മാനസികമായിട്ടുള്ള എല്ലാ സന്തുലിതമായ അവസ്ഥകളെയും അത് ഇല്ലാതാക്കി കളയും. സന്തോഷങ്ങളും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും അമിതമായിട്ടുള്ള സന്തോഷങ്ങൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അബദ്ധങ്ങളും നമ്മൾ കാണിച്ചു കൂട്ടിയതിൽ കാരണമായിട്ടുണ്ട്. അപ്പോൾ അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷമാണ് എന്ന ഒരു പഴമൊഴി പോലെ തന്നെ അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതൊരു പഴമൊഴി മാത്രമല്ല, അതൊരു വലിയ ഫിലോസഫി കൂടിയാണ്. എന്തും അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് ദേഷ്യവും. ദേഷ്യം അമിതമായി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അല്ലാതെ സ്വാഭാവികമായിട്ടുള്ള ദേഷ്യപ്രകടനങ്ങളൊന്നും ജീവിതത്തിൽ മോശമല്ല എന്ന് മാത്രമല്ല, അത് കുറച്ചുകൂടി നല്ലതാണ് എന്നതാണ് കാര്യം. നമ്മൾ നമ്മുടെ മക്കളോട് ഇപ്പോൾ കുരുത്തക്കേടുകൾ കാണിക്കുമ്പോൾ, എന്തെങ്കിലും തെറ്റുകൾ കാണിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മക്കളോട് ദേഷ്യപ്പെടുന്നത്? അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആ തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എന്താണ് ദേഷ്യമെന്നും, എന്തിനാണ് ഒരു മനുഷ്യൻ ദേഷ്യപ്പെടുന്നത് എന്നും, എങ്ങനെയാണ് ദേഷ്യത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്നും, ഒപ്പം അമിതമായിട്ടുള്ള ദേഷ്യം ജീവിതത്തിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയ മനോഹരമായിട്ടുള്ള കഥയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്താണ് ദേഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലേ? അതൊരു വികാരമാണ്. കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അതിന് കൊടുത്താൽ അതിങ്ങനെയായിരിക്കും. അതായത്, നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ഒരു വ്യക്തിയോ ഒരു സമൂഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യമോ മോശമായിട്ടുള്ള ഒരനുഭവം നമുക്ക് സമ്മാനിക്കുമ്പോൾ അതിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതികരിക്കുവാനുള്ള വികാരത്തിൻ്റെ പേരാണ് ദേഷ്യം. അതായത്, നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ, നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ ഒരു വ്യക്തിയോ സമൂഹമോ സാഹചര്യമോ മോശമായിട്ടുള്ള അനുഭവം നമുക്ക് തരുമ്പോൾ അതിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതികരിക്കാനുള്ള വികാരത്തിൻ്റെ പേരാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യം എന്ന വികാരം പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ക്യൂ നിൽക്കുമ്പോൾ, സിനിമാ തിയേറ്ററിൽ പോയിട്ട് ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പെട്ടെന്നൊരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ, ആ ക്യൂവിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം തോന്നില്ലേ? ആ ദേഷ്യം അത് ഒരു വിയോജിപ്പായിട്ട് നമുക്ക് രേഖപ്പെടുത്താം, പ്രതികരിക്കാം, ഒരു നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട്. അത് ആവശ്യമാണ്. ആ പ്രതികരണശേഷി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വ്യക്തിത്വമില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെയാണ് ദേഷ്യം എന്ന വികാരം പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്നാൽ അമിതമായിട്ട് ദേഷ്യം പ്രകടിപ്പിച്ചാൽ അത് കുറച്ചുകൂടി പ്രശ്നമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ദേഷ്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മറ്റുള്ളവരോട് അത് ഉപദേശമാണെങ്കിലും ശരി, അല്ലെങ്കിൽ വിയോജിപ്പാണെങ്കിലും ശരി, ഒരു നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. പലപ്പോഴും ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ
എന്നെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ഘടകങ്ങളിലൊന്ന് ഈ ടൂ വീലറിൽ പോകുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഫോൺ വിളിച്ച് ഡ്രൈവ് ചെയ്യുന്ന കാഴ്ച ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഞാൻ വണ്ടി നിർത്തി ഗ്ലാസ് താഴ്ത്തിയിട്ട് ഞാൻ വഴക്ക് പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വലിയ തെറ്റാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കാം അവരൊരു പക്ഷെ വിളിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് സഹായത്തിന് വേണ്ടി വിളിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിക്കുന്നതായിരിക്കാം. ഒന്ന് സൈഡാക്കിയിട്ട്, വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് അതൊന്ന് വിളിച്ച് കാര്യങ്ങൾ തിരക്കിയാൽ അവർക്കും ബുദ്ധിമുട്ടില്ല, പിന്നിൽ വരുന്ന വണ്ടികൾക്കും ബുദ്ധിമുട്ടില്ല. ഓടിക്കുന്ന സമയത്ത്, അതായത് ഫോൺ വിളിച്ച് ഓടിക്കുന്ന സമയത്ത് ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നിൽ വരുന്ന വണ്ടി അങ്ങ് കയറി അങ്ങ് പോകും. പിന്നെ എന്തിനാണോ വിളിച്ചത് ആ കാര്യം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നടത്താനും പറ്റില്ല, അല്ലെ? അപ്പോൾ ഈ ഒരു തിരിച്ചറിവൊന്നുമില്ലാതെ ചെറിയ ഒരു സമയത്തിനുള്ളിലെ വികലമായ ചിന്തകൾ കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ വികലമാക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്തൊക്കെ ഇത് കാണുന്ന ആളുകൾ റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ്, പ്രതികരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ നല്ല കാര്യമാണെങ്കിൽ പോലും അതൊരു പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റണം. ചില ആളുകൾ അങ്ങനെയാണ്, തെറ്റ് ചെയ്താൽ പോലും അവരോട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അംഗീകരിച്ചു തരില്ല. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയ ബഹളം ഉണ്ടാകുമെന്നല്ലാതെ നമ്മൾ അതങ്ങ് വിട്ടേക്കുക. നമുക്ക് പറയാനുള്ളത് കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദേഷ്യം എന്ന വികാരം എന്തിനാണ് ഈ പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഒരു തെറ്റ് കാണുമ്പോൾ, ഒരബദ്ധം കാണുമ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുവാനും അത് തിരുത്തുവാനും അത് ആവർത്തിക്കാതിരിക്കുവാനുമുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഒരാൾക്ക് പ്രതികരിക്കാനുള്ള വികാരമാണ് ദേഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ അത് വിയോജനത്തിനപ്പുറം ഒരു വെറുപ്പായിട്ട് നമ്മൾ കൊണ്ടു നടക്കരുത്. പലപ്പോഴും ദേഷ്യം അമിതമായിട്ടുള്ള ദേഷ്യമാകുന്നതിന് അടിസ്ഥാനപരമായ കാര്യം വിയോജിപ്പിനപ്പുറം അതൊരു വെറുപ്പിൻ്റെ ഒരു എലമെന്റ് കയറി വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ജീവിത പങ്കാളികൾ തമ്മിൽ വലിയ വഴക്കുകളൊക്കെ പല വീടുകളും ഉണ്ടായിട്ടുണ്ടാകും. അല്ലെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ വഴക്കുകൾ സ്വാഭാവികമായിട്ട് തന്നെ രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണല്ലോ, സ്വാഭാവികമായിട്ടുണ്ടാകും. ഇവിടെ ദേഷ്യം അമിതമാകുന്നത് എപ്പോഴാണ്? നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വെറുപ്പിന്റെ എലമെന്റ് കയറി വരുന്നത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അതെ. പക്ഷെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വെറുപ്പിന്റെ ഒരു റിഫ്ലക്ഷൻസ് അല്ല, പ്രതിഫലനമല്ല. മറിച്ച് ആ സമയത്ത് സംഭവിക്കുന്ന വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ പരസ്പരം കൈമാറുന്ന ചില കാര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന വിയോജിപ്പിനപ്പുറം അത് താൽക്കാലികമായിട്ടുള്ള ഒരു വെറുപ്പ് കൂടി ആ സമയത്ത് മാത്രമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് ദേഷ്യം അമിതമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ, നിയന്ത്രിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദേഷ്യത്തെ വളരെ മനോഹരമായിട്ട് ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റും. കുറെ കൂടി അർത്ഥവത്തായിട്ട് ദേഷ്യം എന്ന വികാരത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുപ്പ് എന്ന് പറയുന്ന ഒരംശം നമ്മുടെ ദേഷ്യത്തിൽ കൊണ്ടുവരാതെ സൂക്ഷിക്കുക. നമ്മുടെ സുഹൃത്തുക്കളോട് അമിതമായിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടും, അല്ലേ? അവരൊരു തെറ്റ് നമ്മളോട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തോ ആവട്ടെ. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമില്ല എന്നൊരു വിയോജിപ്പാണ് രേഖപ്പെടുത്തേണ്ടത്. അല്ലാതെ താൽക്കാലികമായിട്ടൊരു വെറുപ്പ് ആ സമയത്ത് കയറി വരുമായിരിക്കാം. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ദേഷ്യത്തെ നമുക്ക് മറികടക്കാൻ പറ്റും. ദേഷ്യത്തെക്കുറിച്ച് ഒരു കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഒരച്ഛനും അമ്മയും മകനും ചേർന്ന ഒരു നല്ലൊരു കുടുംബം. പക്ഷേ മകനാണെങ്കിൽ ഭയങ്കര വാശിയും ദേഷ്യവുമാണ്. അവന് ദേഷ്യം വരുമ്പോൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും. ഇത് ഒരുപാട് ആയപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛനും അമ്മയ്ക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മകനല്ലേ. പിന്നീട് പക്ഷേ മകന് തന്നെ ബോധ്യമായി. അവൻ കുറച്ചുകൂടി അങ്ങ് വളർന്നപ്പോൾ അവൻ്റെ ഈ ദേഷ്യം അവൻ്റെ ജീവിതത്തെ തന്നെ മോശമായിട്ട് ബാധിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിലെ നല്ല പല അവസരങ്ങളും അവന് നഷ്ടമാക്കാൻ തുടങ്ങി. അതവനെ സ്വയം ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ചു. അതായത് ഇനി ഈ അമിതമായിട്ടുള്ള ദേഷ്യവും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വലിയ പരാജയങ്ങളിലേക്ക് പോകുമെന്നൊരു തിരിച്ചറിവിലേക്ക് അവൻ എത്തിച്ചേർന്നു. അങ്ങനെ ഒരു ദിവസം ഈ മകൻ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഈ ഒരു പ്രശ്നം പറഞ്ഞു. എനിക്കിങ്ങനെ അമിതമായിട്ടുള്ള ദേഷ്യത്തിനെ എനിക്ക് മറികടക്കണം, ഇതിനെ എനിക്ക് അതിജീവിക്കണം, അതെൻ്റെ ജീവിതത്തെ കൂടുതൽ ബാധിക്കുന്നുണ്ട്, അതെൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അച്ഛൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരണമെന്ന് ഈ മകൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷമായി. കുറേ കാലമായി അവരും ഇത് അനുഭവിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊരു ആവശ്യം, ഒരു സ്വയം ബോധത്തിലേക്ക് മകൻ എത്തിച്ചേർന്നപ്പോൾ ഇനിയൊരു വഴി കണ്ടെത്തിയാൽ മതിയല്ലോ എന്നൊരു സന്തോഷമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം അകത്ത് പോയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു ചുറ്റികയും എടുത്തു കൊണ്ടുവന്നു. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ നിറയെ കുറേ ആണികളുണ്ട്.
ഇത് ഈ ആണികളും ചുറ്റികയും ഈ മകൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് മകനോട് പറഞ്ഞു, ഇനി നിനക്ക് ജീവിതത്തിൽ ദേഷ്യം വരുമ്പോൾ നീ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമതിലുണ്ടല്ലോ, ആ ചുറ്റുമതിലിൽ പോയിട്ട് ഈ ആണി ചുറ്റിക കൊണ്ട് അടിച്ചു തറപ്പിക്കുക. എത്രത്തോളം ദേഷ്യം വരുന്നോ ആ ദേഷ്യമൊക്കെ അതിൽ നീ തീർക്കുക. ഇതാണ് ആ സമയത്ത് അച്ഛൻ മകനോട് പറഞ്ഞത്. ഏതായാലും അച്ഛൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അനുസരിച്ച് കളയാമെന്ന് കരുതി. പിന്നീട് ദേഷ്യം വന്നപ്പോഴൊക്കെ ഈ മകൻ ഈ ബോട്ടിലും ആണിയൊക്കെ എടുത്തിട്ട് ചുറ്റുമതിലെടുത്ത് പോകും. ഇങ്ങനെ ആണി ചുറ്റുമതിലിൽ അടിച്ചു തറപ്പിക്കും. കുറേ ദിവസം ഈ പരിപാടി തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ ഈ ആണിയുടെ എണ്ണം കുറയാൻ തുടങ്ങി. കാരണം ദേഷ്യം മെല്ലെ കുറയാൻ തുടങ്ങി. പിന്നെയും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരാണി പോലും അടിക്കാത്ത ദിവസത്തെ ജീവിതത്തിൽ ആ മകന് കണ്ടെത്താൻ പറ്റി. അങ്ങനെ മകൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അച്ഛാ, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആണികളൊന്നും അടിക്കാറില്ല. എൻ്റെ ദേഷ്യങ്ങളൊക്കെ മാറി. ജീവിതത്തിൽ എനിക്കിപ്പോൾ കുറേ ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് അച്ഛനും ഒരുപാട് സന്തോഷമാവും അല്ലേ? പക്ഷെ അച്ഛൻ പരിപാടി നിർത്തിയില്ല. അച്ഛൻ പറഞ്ഞു, ഇല്ല, ഇപ്പോഴും ദേഷ്യത്തിൻ്റെ കുറച്ച് അംശങ്ങൾ നിനക്ക് ബാക്കിയുണ്ട്. നിനക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇനി നീ ചെയ്യേണ്ടത്, ഇനി നിനക്ക് ദേഷ്യം വരാതെ ദിവസങ്ങളിൽ നീ ചുറ്റുമതിലെ കുറേ ആണികൾ തറപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഓരോന്നായിട്ട് ഊരിയെടുക്കുക. ദേഷ്യം വരാതെ ദിവസങ്ങളിലൊക്കെ നീ അതിങ്ങനെ ഊരിയെടുക്കുക. അങ്ങനെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ആ ഒരു കാര്യവും മകൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് മെല്ലെ മെല്ലെ ആണി ഇങ്ങനെ ഊരിയെടുക്കാൻ തുടങ്ങി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചുറ്റുമതിൽ ആണികളൊന്നുമില്ലാതെ ഒരു ദിവസം അവനെ കണ്ടെത്താൻ പറ്റി. ആ സന്തോഷത്തിൽ മകൻ വീണ്ടും അച്ഛൻ്റെ അടുത്ത് ഓടിയെത്തിയിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ എല്ലാ ദേഷ്യവും വിട്ടുമാറിയിരിക്കുന്നു. ചുറ്റുമതിലുള്ള എല്ലാ ആണികളും ഞാൻ ഊരിയെടുത്തു. ഇനി അവിടെ ആണികളൊന്നും തന്നെയില്ല. ഞാൻ ഒരുപാട് സന്തോഷവാനായി. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് തന്നെ അച്ഛനും ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ അച്ഛൻ ചെയ്തത് അവൻ്റെ തോളത്ത് 2 തട്ടലൊക്കെ തട്ടിയിട്ട് നേരെ വീണ്ടും അവനെ കൈപിടിച്ചിട്ട് ചുറ്റുമതിലിനടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വളരെ മൂല്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അർത്ഥവത്തായ കുറച്ച് കാര്യങ്ങൾ. അതിങ്ങനെയായിരുന്നു. മകനോട് പറഞ്ഞത്, നിനക്ക് ദേഷ്യം വന്നപ്പോൾ അടിച്ചു കയറ്റിയ ആണികളൊക്കെ നീ ഊരിയെടുത്തു. പക്ഷെ നിനക്ക് ദേഷ്യം വന്നപ്പോൾ നീ അടിച്ചു കയറ്റിയ ആണികൾ, ആ ചുറ്റുമതിലുണ്ടാക്കിയ പാടുകളൊക്കെയും കേടുപാടുകളൊക്കെയും ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അത് നിനക്ക് മായ്ക്കാൻ പറ്റിയിട്ടില്ല. അതായത് നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അമിതമായ ദേഷ്യത്തോടെ നമ്മൾ പലരെയും വേദനിപ്പിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ അങ്ങ് വിട്ടുപോയി. പക്ഷേ അതുണ്ടാക്കിയ, മറ്റുള്ളവർക്കുണ്ടാക്കിയ മുറിപ്പാടുകൾ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. അതൊരു പക്ഷേ ഒരായുസ് കൊണ്ടുപോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ആ തിരിച്ചറിവോടുകൂടി ആയിരിക്കണം ഇനി നീ ജീവിക്കേണ്ടത് എന്ന് മകനോട് അച്ഛൻ ഉപദേശം കൊടുത്തു. അവസാനമായിട്ട് ജീവിതത്തിൽ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദേഷ്യം വരുമ്പോൾ പലതും കാട്ടിക്കൂട്ടും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, കണ്ണിൽ കണ്ടതൊക്കെ എറിഞ്ഞു പൊട്ടിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ തോന്നും വേണ്ടായിരുന്നു എന്ന്. പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയിൽ മനംതൊന്ത വേദനിച്ച മുറിവേറ്റ മനസ്സുകൾ എതിർഭാഗത്തുണ്ട്. ഒരുപക്ഷെ ആ മുറിവുണക്കാൻ ഒരായുസ് നമുക്ക് മതിയായി എന്ന് വരില്ല. അതുകൊണ്ട് ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ചില തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കാൻ, ചില തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ, ഇതൊക്കെ നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരും മറ്റുള്ളവരുടെ മുന്നിൽ. പക്ഷേ ഒരു പരിധിക്കപ്പുറം ദേഷ്യം നമ്മൾ പ്രകടമാക്കിയാൽ അതുണ്ടാക്കുന്ന മുറിപ്പാടുകൾ അത് ജീവിതത്തിൽ മായ്ക്കാൻ കഴിയില്ല എന്ന ഓർമ്മയും നമുക്കുണ്ടാവണം. ഒരു നിയന്ത്രണത്തിനപ്പുറം ദേഷ്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. അത് ഉപദേശിക്കുന്നു എന്ന രീതിയിലാണെങ്കിലും ശരി, വിമർശിക്കുന്നു എന്ന രീതിയിലാണെങ്കിലും ശരി, ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ അത് ഒരു പരിധിക്കപ്പുറം, നിയന്ത്രണങ്ങൾക്കപ്പുറം അത് കടക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ദേഷ്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി. കാരണം ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതി. അമിതമായിട്ടുള്ള ദേഷ്യം കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ വിട്ടുപോകുമെങ്കിലും അമിതമായിട്ടുള്ള ആ സമയത്ത്, ദേഷ്യം കാണിച്ച ആ സമയത്ത് നമ്മൾ പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും അതുണ്ടാക്കിയിട്ടുള്ള മുറിപ്പാടുകൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ നമ്മുടെ ദേഷ്യത്തെ നമുക്ക് മറികടക്കാനും അതിനെ ഒതുക്കി നിർത്തുവാനും സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.